എല്ലാവർക്കും റൂട്ട്സെറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ Arduino വെച്ചിട്ട് ഒരു റോക്കറ്റ് ലോഞ്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഫോൺ വെച്ചിട്ട് ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാനും റോക്കറ്റ് ലോഞ്ച് ചെയ്യാനും പറ്റുന്ന ഒരു റോക്കറ്റ് ലോഞ്ചർ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനലിൽ നിങ്ങളുടെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹോബി പ്രോജക്ട്സും റോബോട്ടിക് പ്രോജക്ട്സും ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ Arduinoയും റോബോട്ടിക്സും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇതും സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു നോക്കാം. പ്രോജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ ഫ്രീ PCB വിന്നേഴ്സിനെ നമുക്കൊന്ന് നോക്കാം. ഇമാനുവൽ ടോമി, ആദിത്യ വർമ്മ, മുഹമ്മദ് ഷാൻ, മഹേഷ് ജെ. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറും കംപ്ലീറ്റ് അഡ്രസ്സും എൻ്റെ ഇമെയിൽ ഐഡിയിലേക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാനിത് അയച്ചിരുന്നതായിരിക്കും. ഈ ആഴ്ചയും ഇതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് PCBs കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് പ്രോജക്റ്റിലേക്ക് കിടക്കാം. ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ബോർഡ് എന്ന് പറയുന്നത് Arduino Nano 33 IoT എന്ന് പറയുന്ന ഒരു Wi-Fi-enabled ബോർഡാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ക്ലൗഡ് സർവീസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ റോക്കറ്റുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ Arduino Nano ബോർഡ് ഈ PCBയിൽ തന്നെ വെച്ചിട്ട് വേറെ ഏതെങ്കിലും വയർലെസ് മൊഡ്യൂൾ വെച്ചിട്ട് ഈ റോക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് സർക്യൂട്ട് ഒന്ന് നോക്കാം. ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് Arduino Nano ബോർഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഏത് Arduino Nano ബോർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ സർക്യൂട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ രണ്ട് പവർ സോഴ്സാണുള്ളത്. ഒന്ന് Vin, ഒന്ന് 12 വോൾട്ട്. ഈ Vinൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഡയറക്റ്റ് നമ്മൾ 7805 വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ Vinൽ വരുന്ന വോൾട്ടേജിനെ 5 വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ 5 വോൾട്ട് ആയിരിക്കും നമ്മൾ Arduinoയ്ക്കും സെർവോ മോട്ടോർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് 12 വോൾട്ട്. ഈ 12 വോൾട്ട് ആയിരിക്കും നമ്മൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേയിലേക്ക് കണക്ട് ചെയ്യുന്നത്. Arduino വെച്ചിട്ട് നമ്മൾ റിലേ ആക്ടിവേറ്റ് ചെയ്യും. റിലേ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വോൾട്ടേജ് ഫ്യൂസിലെത്തുന്നു. അങ്ങനെ ഫ്യൂസ് കത്തുന്നു. അങ്ങനെയാണ് നമ്മൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഈ റോക്കറ്റിൻ്റെ ഫ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബേസിക്കലി നമ്മുടെ സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു PCB ഉണ്ടാക്കാം. PCB ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ബോർഡ് വെച്ചിട്ടാണെങ്കിലും ഈ പ്രോജക്റ്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ PCB ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് Altium ആണ്. Altiumത്തിൻ്റെ PCB ഡിസൈനർ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഡിസൈൻ ചെയ്ത PCB ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ PCB. ഈ PCB ആയിരിക്കും അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാൻ പോകുന്നത്. ഇതിൽ നോക്കിയാൽ അറിയാം, ഇതിനകത്ത് ഓൾറെഡി കുറേ കമ്പോണൻറ്റ്സ് സോൾഡേഡ് ആണ്. നിങ്ങൾക്ക് തരാൻ പോകുന്ന PCBയിലും ഈ കമ്പോണൻറ്റ്സ് എല്ലാം ഉണ്ടാകും. ഇനി നമുക്ക് ബാക്കി കമ്പോണൻറ്റ്സ് സോൾഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ PCB. ഇനി നമുക്ക് റോക്കറ്റ് വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാം. ഈ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് 2 സെർവോ മോട്ടറാണ്. ഒന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും 2 വെർട്ടിക്കൽ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ മുമ്പൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സ്റ്റാൻഡ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനും ഞാൻ ആ സെയിം സ്റ്റാൻഡ് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡിന് മുകളിൽ നമ്മൾ ഡയറക്റ്റ് റോക്കറ്റ് വെച്ച് കത്തിക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് ഉരുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഒരു മെറ്റൽ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 3 പൈപ്പ് പോലത്തെ സാധനം വെച്ചിട്ട് അതിനകത്തായിരിക്കും ഞാൻ ഈ റോക്കറ്റ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റാൻഡ് റെഡിയാക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ അലുമിനിയം പൈപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് റോക്കറ്റ് അതിനകത്ത് ഇരിക്കാൻ പറ്റുന്ന അലുമിനിയം പൈപ്പ് സെലക്ട് ചെയ്യണം. ടൈറ്റായി പോവുകയാണെങ്കിൽ റോക്കറ്റ് മുന്നോട്ട് പോകത്തില്ല, അവിടെ ഇരുന്ന് കത്തും. അപ്പോൾ സ്റ്റാൻഡ് റെഡി. ഇനിയുള്ളത് നമ്മുടെ റോക്കറ്റിൻ്റെ ഫ്യൂസാണ്. ഈ പൈപ്പിനകത്തിരിക്കുന്ന റോക്കറ്റിൻ്റെ തിരി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്യൂസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഫ്യൂസ് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം ഒരു വയർ എടുത്ത് 2ആയിട്ട് മുറിക്കുക. എന്നിട്ട് ഓരോ വയറിൻ്റെയും അറ്റത്തുള്ള കുറച്ച് കോട്ടിങ് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇതുപോലെ ആവും. ഇനി ഒരു തീപ്പെട്ടിക്കൊള്ളി എടുക്കുക. എന്നിട്ട് ആ തീപ്പെട്ടിക്കൊള്ളിയുടെ അറ്റത്ത് ഒരു ബ്ലേഡ് വെച്ചിട്ടോ ഒരു പ്ലെയർ വെച്ചിട്ടോ ചെറിയൊരു വര ഇടുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വയർ എടുക്കുക. ആ വയറിൽ നിന്ന് ഒരൊറ്റ സ്ട്രാൻഡ് മാത്രം സെപ്പറേറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രാൻഡ് നമ്മൾ തീപ്പെട്ടിക്കൊള്ളിയിൽ വരച്ച വരയുടെ മുകളിൽ കൂടെ ഇപ്പുറത്തോട്ട് എടുക്കുക. നേരത്തെ കട്ട് ചെയ്ത് വെച്ച രണ്ടാമത്തെ പീസ് വെട്ടി ചേർത്ത് വയ്ക്കുക. എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഫ്യൂസ് റെഡിയാണ്. ഈ ഫ്യൂസ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ടെസ്റ്റ് ചെയ്യാം. അതിന് ഒരു ബാറ്ററി എടുത്തിട്ട് ഫ്യൂസിൻ്റെ 2 അറ്റം ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. തീപ്പെട്ടിക്കൊള്ളി കത്തുന്നുണ്ടായിരുന്നോ?
ഇനി ഇതേപോലത്തെ 3 ഫ്യൂസ് ഉണ്ടാക്കി റോക്കറ്റിൻ്റെ തിരിയിൽ കണക്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ റോക്കറ്റും ഫ്യൂസും റെഡി. ഇനിയാണ് കോഡിങ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ബോർഡ് തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വയർലെസ് മൊഡ്യൂൾസും ഡിഫറൻ്റ് ആവാം. ഇപ്പോൾ ഞാനിവിടെ വൈഫൈ-എനേബിൾഡ് ബോർഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നായിരിക്കും കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ബോർഡിനെ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതായത് ഒരു ബ്രൗസർ ഉപയോഗിച്ചിട്ടായിരിക്കും ഞാൻ ഇതിനെ കോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഓൺലൈനായിട്ട് ആർഡിനോ കോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കുന്ന ഈ ഒരു വീഡിയോ കാണുക. ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ ആർഡിനോ ബോർഡ് ആർഡിനോ IoT ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് ആർഡിനോയുടെ ഒരു ഏജൻറ്റ് സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ സോഫ്റ്റ്വെയർ ആയിരിക്കും ബ്രൗസറും ആർഡിനോ ബോർഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുന്നത്. ആ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വെബ് പേജ് അത് ഡിറ്റക്ട് ചെയ്യും. നമുക്ക് നമ്മുടെ ആർഡിനോ ബോർഡ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഏജൻറ്റ് സോഫ്റ്റ്വെയർ അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മുടെ വെബ് പേജിൽ കാണിക്കും. ഇനി നമുക്ക് ഈ ഒരു ബോർഡിനെ കോൺഫിഗർ ചെയ്യാം. അതിന് ഈ കോൺഫിഗർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ബോർഡിനൊരു പേര് കൊടുക്കാം. നമുക്ക് തൽക്കാലത്തേക്ക് നാനോ 33 IoT എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ബോർഡിലേക്ക് ഒരു പ്രോഗ്രാം അപ്ലോഡ് ആവും. ആ ഒരു പ്രോഗ്രാം നമ്മുടെ ബോർഡിനെ കോൺഫിഗർ ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു ബോർഡ് ആർഡിനോ IoT ക്ലൗഡുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ നെയിം, റിമോട്ട് ഡിവൈസ്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും കാണാൻ പറ്റും. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വേരിയബിൾസ് പോലെയാണ്. ഇതിനകത്ത് ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് കാണുന്ന 2 ഇൻറ്റിജർ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സെർവോ മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വാല്യൂ 0ക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്കായിരിക്കും എപ്പോഴും. പിന്നെ ഉള്ളത് റോക്കറ്റ് 1, റോക്കറ്റ് 2, റോക്കറ്റ് 3. ഇതെല്ലാം ഓൺ ഓഫ് സ്വിച്ച് ആണ്. ഇതിൻ്റെയൊക്കെ വാല്യൂ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. ഇനി നമുക്ക് അസോസിയേറ്റഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ടാബിനകത്ത് പോയി നിൽക്കാം. ഇതേ കണ്ടില്ലേ, നാനോ 33 IoT നമ്മൾ നേരത്തെ കൊടുത്തതാണ്. ഇതിനർത്ഥം നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോർഡിലേക്കാണ്. ഇനി നമുക്ക് ഡാഷ്ബോർഡ് ഒന്ന് നോക്കാം. ഈ കാണുന്ന ഡാഷ്ബോർഡ് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് ആക്ച്വലി ഒരുപാട് പല ടൈപ്പ് വിഡ്ജറ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്പാടെ 2 വിഡ്ജറ്റ് മതി. ഒന്ന് സ്ലൈഡർ, ഒന്ന് ബട്ടൺ. ഈ സ്ലൈഡറും ബട്ടൺസും നമ്മൾ നേരത്തെ കണ്ട വേരിയബിൾസുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതായത് ഈ ഒരു ഡാഷ്ബോർഡിനകത്തുള്ള വിഡ്ജറ്റ്സിൻ്റെ വാല്യൂ മാറ്റുമ്പോൾ ആ വിഡ്ജറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂയും ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ കോഡും കൂടി നോക്കാം. ആർഡിനോ ഓൺലൈനായിട്ട് കോഡ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇവിടെയാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. മേളിൽ കണ്ടില്ലേ, നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ബോർഡും പോർട്ടും ഇവിടെ അറിയാൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മേളത്തെ സീക്രട്ട് ടാബിൽ പോയിട്ട് നമ്മുടെ വൈഫൈയുടെ ESSIDയും പാസ്വേഡും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് തിരിച്ച് ഈ ഒരു ടാബിൽ വന്നിട്ട് നമുക്ക് കോഡ് നോക്കാം. ഓൺലൈൻ കോഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കോഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പ്രോജക്റ്റിന് ആവശ്യമുള്ള വേരിയബിൾസും പ്രോപ്പർട്ടീസും എല്ലാം ഓട്ടോമാറ്റിക്കലി ഇനിഷ്യലൈസ് ചെയ്ത് ക്ലൗഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഈ വാല്യൂസൊക്കെ ഫെച്ച് ചെയ്ത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡിൻ്റെ സ്കെൽട്ടൺ നമുക്ക് തരും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ആക്ഷൻസ് മാത്രം അതിനകത്തോട്ട് ആഡ് ചെയ്താൽ മതി. ഇവിടെ ആദ്യം നമ്മൾ നമ്മുടെ ഈ പ്രോജക്റ്റിന് ആവശ്യമായ കുറച്ച് ഹെഡർ ഫയൽസും കുറച്ച് വേരിയബിൾസും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആർഡിനോ ക്ലൗഡിൽ നിന്നും വാല്യൂ ഫെച്ച് ചെയ്യാനും സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനും പിൻ മോഡും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ 2 സെർവോ മോട്ടോഴ്സ് പിൻ നമ്പർ 9ലും 10ലും കണക്ട് ചെയ്യുകയാണ്. ഇനിയാണ് നമ്മുടെ വേരിയബിൾസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു സ്ലൈഡർ ഉണ്ടാക്കിയില്ലായിരുന്നോ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന വേരിയബിളിന് മാറ്റം വരും. അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന വാല്യൂ ഇവിടെയും വരും. ആ ഒരു അപ്ഡേഷൻ്റെ സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ റൺ ആവും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഹൊറിസോണ്ടലായിട്ടുള്ള സെർവോ മോട്ടറിനെ കൺട്രോൾ ചെയ്യാനുള്ള കോഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ വെർട്ടിക്കൽ എന്ന് പറയുന്ന സ്ലൈഡർ അനക്കുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ റൺ ആവുന്നു. അങ്ങനെ വെർട്ടിക്കൽ സെർവോ മോട്ടറിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ റോക്കറ്റ് 1, റോക്കറ്റ് 2, റോക്കറ്റ് 3 ഈ 3 ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻസ് റൺ ആവുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന പിൻ ഹൈ ആവുന്നു. അപ്പോൾ ഈ പിന്നുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റിലേ ഓൺ ആകുന്നു. റിലേ നമ്മൾ എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഫ്യൂസിലല്ലേ. അങ്ങനെ ഫ്യൂസും കത്തുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ റോക്കറ്റ് കത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ കോഡും റെഡിയാണ്. ഇനി ഈ കോഡും ഈ ഒരു ബ്രൗസർ വെച്ചിട്ട് തന്നെ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്നും ആർഡിനോ ഡിസ്കണക്ട് ചെയ്തിട്ട് PCBയിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ആർഡിനോ IoTയുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് നമ്മുടെ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക.
അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഡാഷ്ബോർഡ് മൊബൈൽ ഫോണിൽ കാണാൻ പറ്റും. ഇനി ഈ റോക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല, ഫോൺ മാത്രം മതി. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കണക്ട് ചെയ്ത് വയ്ക്കാം. ഈ ലോഞ്ചറിൻ്റെ സ്റ്റാൻഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഇളവിപ്പോകാത്ത രീതിയിൽ കണക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ റോക്കറ്റ് പോകുന്ന സമയത്ത് ഈ ഒരു സ്റ്റാൻഡ് ബാക്കിലോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ PCB വയ്ക്കുമ്പോഴും ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ ബോർഡ് റോക്കറ്റിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറി വേണം വയ്ക്കാൻ, ഇല്ലെങ്കിൽ റോക്കറ്റ് കത്തുന്ന സമയത്ത് ബോർഡും കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം റെഡിയല്ലേ? നമുക്ക് ബോർഡ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ. ബോർഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് വൈഫൈയിൽ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ വെച്ചിട്ട് ഇതിൻ്റെ സെർവോ മോട്ടോഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഇനി ഈ ഫോൺ വെച്ചിട്ട് ഈ റോക്കറ്റുകളെ എയിം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം റെഡി. നമുക്കിനി ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്താൽ മാത്രം മതി എന്നും പറഞ്ഞ് ഞാനൊന്ന് വീട്ടിനകത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും മഴ. നൈസ്. പിന്നെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് മഴ കഴിഞ്ഞ് തിരിച്ചെല്ലാം പഴയതുപോലെ സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പം എല്ലാം ഓക്കെയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ 3, 2, 1. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് ചെയ്തു. മുകളിലോട്ടാണ് ടാർഗറ്റ് ചെയ്തിരുന്നതെങ്കിലും താഴോട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് അടുത്ത റോക്കറ്റ് നോക്കാം. രണ്ടാമത്തത് ലോഞ്ച് ചെയ്തു. അത് നേരെ മുകളിലോട്ടാണ് പോയത്. ഇനി ഒന്നുകൂടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ 3 റോക്കറ്റും സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ 3 റോക്കറ്റുകളിൽ വെച്ചിരുന്ന ഫ്യൂസുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതായിരുന്നു ഫ്രണ്ട്സ് ഇന്നത്തെ പ്രോജക്റ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ അടിപൊളി പ്രോജക്ട്സുകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.